ബസ്സിന് കുറുകെയല്ല കാർ കിടക്കുന്നത്, അത് സിഗ്നലാണ്. സിഗ്നലിൽ ആ ബസ്സിന് മുന്നിലേക്ക് വാഹനം പാർക്ക് ചെയ്യുകയും ഞങ്ങൾ ഇറങ്ങിയതിനു ശേഷം വാഹനം മാറ്റിയിടുകയുമാണ് ചെയ്തത്. സാറിനോട് നേരത്തെ ഞാൻ പറഞ്ഞ പള്ളിക്ക് മുന്നിൽ നിന്നാണ് പറയുന്നത്, കള്ളം പറഞ്ഞ എന്റെ കണ്ണ് താഴും. പോലീസ് വന്നതിന് ശേഷമാണ് ബസ് മാറ്റിയിട്ട് ഡ്രൈവറെ ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഹിന്ദു നിരപരാധിനിയാണ് എന്നതുപോലെ തന്നെ ഇവനും നിരപരാധനാണ്. കുറുകെ വന്നതല്ല, ബസ്സിന് മുന്നിൽ, അതായത് സിഗ്നൽ ഉള്ള സ്ഥലത്ത് സ്വാഭാവികമായിട്ട് ബസ് പുറകിൽ നിർത്തുകയും ഞങ്ങൾ ബസ്സിന് മുന്നിൽ എത്തുകയും ചെയ്തു. വാഹനം തടഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആ വാഹനത്തെ ചേസ് ചെയ്യുകയും വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന് മുന്നിലെത്തി ബലാത്കാരമായി അതിനെ തടഞ്ഞു വെക്കുമ്പോഴാണ് അത് തടഞ്ഞതാവുന്നത്. നീ ആള് കൊള്ളാമല്ലോ. കൊള്ളാമല്ലേ? ഇതെപ്പോഴാ സംഭവിക്കുന്നത്? ആ സാബല്യം കോംപ്ലക്സിന് മുന്നിലുള്ള സിഗ്നലിന്റെ അവിടെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട്. അവിടെ റെഡ് സിഗ്നൽ ആയിരുന്നു. നിങ്ങൾക്ക് CCTV പരിശോധിക്കാമല്ലോ, അവിടെയൊക്കെ CCTV ഉണ്ട്. അല്ല, %100 ഉറപ്പ് പറയാം. അദ്ദേഹം തന്നെ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഈ നിങ്ങൾ മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം തന്നെ പറയുന്നു, സാബല്യത്തിന് മുന്നിൽ റെഡ് സിഗ്നൽ ഉള്ളപ്പോഴാണ് അവർ സംസാരിക്കാൻ വേണ്ടി വരുന്നത് എന്ന് പറയുന്നു. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ബസ് ബാക്കിൽ കിടക്കുമ്പോൾ ഞങ്ങൾ ഫ്രണ്ടിൽ വണ്ടി നിർത്തി വാഹനത്തിൽ നിന്നിറങ്ങി വാഹനം മാറ്റിയിടുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയുമാണ് ചെയ്തത്. കഴിഞ്ഞിട്ടില്ല രാമ, ഒന്നുകൂടെ ബാക്കി. അല്ല, കുറുകെ കിടക്കുന്ന അതെനിക്കറിയില്ല. ഞാൻ വാഹനം അല്ല, ബസ്സിന് മുന്നിൽ നിർത്തിയാണ് ഇറങ്ങിയത്. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കള്ളെ കാട്ടുകളെ ഇനി ഒരു നിമിഷം നമ്മളിവിടെ നിൽക്കൂല. ഞാനും നിൽക്കൂല. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ, താങ്ക്സ് അടിച്ചു പൊളിക്കടാ.